ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ സച്ചി പറയാം, ഞാൻ നിന്നെ അന്വേഷിച്ച് എവിടെയൊക്കെ പോയെന്നറിയാമോ? ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി, പല പല കടകളിൽ കയറി, റെയിൽവേ സ്റ്റേഷനിൽ പോയി, ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വരെ ഞാൻ പോയിന്ന്. ഇത് കേട്ടത് രേവതി ചോദിച്ചു, പോലീസ് സ്റ്റേഷനിൽ പോയെന്നോ? എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോയത്? അത് പോലീസ് സ്റ്റേഷനിൽ പോയത് വേറെ ഒന്നും കൊണ്ടും അല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാമെന്ന് ഓർത്തു. അച്ഛൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ചെന്ന് അന്വേഷിക്കുക, അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നത്. അവിടെ ചെന്നപ്പോഴല്ലേ നിന്റെ അനിയൻ അവിടെ നിൽക്കുന്നത് കണ്ടത്. ആര്? ശരത്തോ? ശരത്ത് എന്തിനാ പോലീസ് സ്റ്റേഷനിൽ നിന്നത്? അത് വേറൊന്നിനും അല്ല, അവൻ്റെ ചേച്ചീനെ കാണാനില്ല. അവൻ്റെ ചേച്ചീനെ കാണാതായതിന് പിന്നിൽ ഞാനാണത്രേ. അവൻ്റെ ചേച്ചിയുടെ ഭർത്താവ് കാരണമാണ് അവൻ്റെ ചേച്ചി വീട് വിട്ട് ഇറങ്ങിപ്പോയതെന്ന് അവൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു. ഇത് കേട്ടത് നമ്മുടെ രേവതി ഞെട്ടിപ്പോയിട്ടോ. രേവതി ചോദിച്ചു, സച്ചേട്ടാ എന്താ ഈ പറയുന്നത്? അവൻ കൊണ്ടുപോയി സച്ചേട്ടനെതിരെ കേസ് കൊടുത്തെന്നോ? അതേ രേവതി, അവൻ കൊണ്ടുപോയി എനിക്കെതിരെ കേസ് കൊടുത്തു. ഇതിനൊക്കെ പിന്നിൽ ആരാണെന്ന് ആർക്കറിയാം? ചിലപ്പോൾ മിക്കവാറും ആ ആന്റണി ഇളക്കി വിട്ടതാണോന്നും അറിയില്ല. അല്ല, എങ്കിലും അവൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അമ്മ അവനെ കൊണ്ട് കേസ് കൊടുപ്പിക്കാൻ യാതൊരു വഴിയുമില്ല. കാരണം ഒരിക്കലും അമ്മ ചെയ്യില്ല അങ്ങനെ. അപ്പം അവൻ്റെ തോന്നിവാസത്തിനാണ് അവനത് ചെയ്തേക്കുന്നത്. അയ്യോ സച്ചേട്ടാ, ഇത് വലിയ മോശമായി പോയല്ലോ. എന്ത് മോശം? ഇത് വലിയ മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അവനല്ലേ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഏതായാലും നീ വന്നല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, അവൻ്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് പേടി തോന്നുക. അതെ, ഇത് നീ നിന്റെ അമ്മയോട് പറയുമൊന്നും വേണ്ട. അവൻ്റെ അമ്മയ്ക്കത് സങ്കടമാവില്ലേ? നിന്റെ അമ്മയ്ക്കത് സങ്കടമാവില്ലേ? അയ്യോ, എങ്കിലും സച്ചേട്ട സോറി. അവൻ ചെയ്തതിന് ഞാൻ സോറി ചോദിക്കാം. അവൻ ചെയ്തത് നീ എന്തിനാ സോറി ചോദിക്കുന്നത്? ദേ, സോറി ചോദിക്കാൻ നിന്നാൽ നിനക്ക് അതിലേ നേരം കാണത്തുള്ളൂ. അതുകൊണ്ട് കൂടുതൽ സോറി ചോദ്യമൊന്നും വേണ്ട. അയ്യോ സച്ചേട്ട, നേരം വൈകി, ഭക്ഷണം കഴിച്ചില്ലല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കിടക്കാം. അയ്യോ നിക്ക്, ഭക്ഷണം കഴിക്കാനൊക്കെ വരട്ടെ, നീ അവിടെ നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന പ്രസാദം, നമ്മുടെ രേവതി കൊണ്ടുവന്ന പ്രസാദം ഇങ്ങനെ അഴിക്കുക കേട്ടോ. സോറി, രേവതി കൊണ്ടുവന്ന പ്രസാദം അല്ല, നമ്മുടെ സച്ചി രേവതിക്ക് മേടിച്ച എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ, വേറൊന്നുമല്ല, അത് മുല്ലപ്പൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ അഴിക്കുകയാണ് കേട്ടോ. അതിങ്ങനെ അഴിച്ച് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, ഇതെന്താ മുല്ലപ്പൂവോ? അതെ, ഇത് മുല്ലപ്പൂ. നീ കണ്ടിട്ടില്ലേ? എന്താ സച്ചേട്ടാ ഇത്? ഞാൻ ഇതല്ലേ കെട്ടുന്നത്. ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് എന്തിനാ? വിഴുങ്ങാന്, തിന്നാന്? ഓ, തിന്നാനോ? മുല്ലപ്പൂവാണ് ഇപ്പം സച്ചേട്ട 3 നേരം കഴിക്കുന്നത്. എൻ്റെ പൊന്ന് രേവതി, നീ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു പറഞ്ഞ് മുല്ലപ്പൂ നമ്മുടെ രേവതിയുടെ തലയിൽ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. വേറെ എന്തോ ഒരു സ്പെഷ്യൽ സാധനം നമ്മുടെ സച്ചി മേടിച്ചായിരുന്നല്ലോ ആ കടയിൽ നിന്ന്, അത് കണ്ടില്ല. ഞാൻ ഓർത്ത് ചിലപ്പോൾ അതായിരിക്കും. ഏതായാലും അതല്ല, മുല്ലപ്പൂവാണ്. അങ്ങനെ നമ്മുടെ രേവതി തലയിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞ് സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി ആയിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു, അയ്യോ സമയം വൈകി സച്ചേട്ട, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ബാ കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിനെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് എന്തോ നേർച്ചയാണ് കേട്ടോ, അവിടെ നിന്ന് കിട്ടിയ ഒരു ചോറോ എന്തോ നേർച്ചയാണ് നമ്മുടെ രേവതി ഭക്ഷണമായിട്ട് സച്ചിക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ രേവതിയോട് സച്ചി ചോദിച്ചു, അല്ല നീ കഴിക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നില്ല. മിക്കവാറും നീ അങ്ങനെയാണല്ലോ, ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിശപ്പിൻ്റെ കാര്യം ഓർക്കുകയില്ല. നീ കഴിക്കുക, ഞാൻ കഴിച്ചോളാം സച്ചിട്ടാ, ആദ്യം സച്ചേട്ടൻ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിക്ക് ആ ഒരു പ്രസാദം, ചോറാണോ എന്താണോ ഒരു പ്രസാദമാണ് കേട്ടോ. അപ്പം അതിങ്ങനെ വാരി കൊടുക്കുകയാണ്. സച്ചി അത് കഴിക്കുകയും ചെയ്യുക. സച്ചി നമ്മുടെ രേവതിക്കും വാരി കൊടുക്കുന്നുണ്ട്, രേവതിയും കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ആ ഒരു പ്രസാദം ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവുവിനെയും ലക്ഷ്മീനെയാണ് കേട്ടോ. അപ്പം നേരം പരപരാ വെളുത്തു. ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ രേവതി ചെല്ലുകയാണ്. അങ്ങനെ രേവതിനെ കണ്ടതും ലക്ഷ്മി, എൻ്റെ പൊന്നു മോളെ, നീ ഞങ്ങളെ ആദ്യം പിടിപ്പിച്ച് കളഞ്ഞല്ലോ. നീ എവിടെയായിരുന്നു? പിന്നെ ഞാൻ ആദ്യമായിട്ടാണോ പൂ കെട്ടാൻ പോയിട്ട് വൈകി വരുന്നത്? അതിന് നീ പൂ കെട്ടാൻ പോയിട്ടാണോ വൈകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ. നീ വേറെ എവിടെയോ നാട് വിട്ടു പോയിന്നാണ് ഞങ്ങൾ ഓർത്തത്. കല്യാണത്തിന് മുമ്പ് പൂ കെട്ടാൻ പോയി നീ വൈകിയൊക്കെ വരാറുണ്ട്. അന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പം നിനക്കൊരു ഭർത്താവ്, കുടുംബമുണ്ട്, ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. അവരോടെങ്കിലും ഒന്ന് പറയണ്ടേ? എൻ്റെ അമ്മയെ ഞാൻ വർഷയോട് പറഞ്ഞിട്ടാ പോയത്, ഞാൻ തന്നെയൊന്നും അല്ല പോയത്. അവള് വീട്ടിൽ പറയാത്തതിന് ഞാൻ എന്ത് പിഴച്ചു? എങ്കിലും വൈകുന്ന് നിനക്ക് സച്ചിയോടൊന്ന് വിളിച്ച് പറയത്തില്ലായിരുന്നോ?
എൻ്റെ പൊന്നമ്മേ ഞാൻ പറഞ്ഞല്ലോ. അല്ല ദേവു, നീ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നേ, എനിക്ക് ഭയങ്കര ദാഹം. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവു വെള്ളം എടുക്കാൻ വേണ്ടി പോയി. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, ഫോണ് സ്വിച്ച് ഓഫ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ സച്ചേട്ടനെ വിളിക്കാതിരുന്നത്. നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നോ? പ്രശ്നം ഉള്ളത് കൊണ്ടല്ലേ നീ സച്ചിനെ വിളിക്കാതിരുന്നത്? അങ്ങനെയൊന്നുമല്ല. അമ്മയും അമ്മയുടെ ഭർത്താവും വഴക്ക് കൂടാറില്ലേ? അപ്പം നിങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കി പിണങ്ങിയിരിക്കില്ലേ? അതുപോലെയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമ്മൾ വഴക്കുണ്ടാക്കിയ കുറേ ദിവസമൊന്നും പിണങ്ങിയിരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഒന്നാകുകയും ചെയ്യും. അല്ല, എന്നാലും അമ്മമാരുടെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ മോളെ, ഞങ്ങൾക്കിവിടെ ആദ്യമല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് ചോദിച്ചു, ഓഹോ ഇപ്പോൾ ഒന്നായല്ലേ, ഇന്നാ വെള്ളം കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഒന്നായി. വഴക്കടിക്കുന്ന ആ ഒരു ദിവസം അത്രയും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം കൂടുകയുള്ളൂ. നീ ഒരു വിവാഹം കഴിച്ച് കഴിയുമ്പോഴേ നിനക്കത് മനസ്സിലാവത്തുള്ളൂ. നീയും ഇങ്ങനെ പരിഭവവും പരാതിയൊക്കെ ആയിട്ട് അമ്മയുടെ അടുത്ത് വരും. അല്ല, അപ്പോഴെങ്കിലും അമ്മയുടെ ഈ പരിഭവം ഒന്ന് മാറ്റണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, നീ ഒന്ന് പോടി, നിനക്കറിയില്ലല്ലോ എൻ്റെ വിഷമം. അല്ല, ഇന്നലെ വഴക്കടിക്കാൻ എന്തായിരുന്നു കാരണം? സച്ചിയും നീയും തമ്മിൽ. അതൊക്കെ എന്തിനാ അമ്മ അറിയുന്നത്? ഇപ്പം തൽക്കാലം അതൊന്നും അമ്മ അറിയണ്ട, അതൊക്കെ ഞങ്ങൾക്കുള്ളിലുള്ള വിഷയം, അത് ഞങ്ങൾ തന്നെ തീർത്തോളാം. അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ കിടക്കട്ടെ, നിങ്ങൾ തീർത്തോ. അല്ല, ഇനിയിപ്പം പുറത്ത് പോകുമ്പോഴുണ്ടല്ലോ സച്ചിയോട് പറഞ്ഞിട്ട് പോകും, പാവം ഇന്നലെ രാത്രി നിന്നെ അന്വേഷിച്ച് എവിടെയൊക്കെ അലഞ്ഞെന്നറിയാമോ? അത് അറിഞ്ഞപ്പോൾ എനിക്കും വിഷമമായി അമ്മേ. എന്നോട് സച്ചേട്ടൻ പറഞ്ഞു പല സ്ഥലങ്ങളിലും പോയിന്ന്. അങ്ങനെ ഒരാളെക്കുറിച്ച് ശരത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത്. ഇത് കേട്ടതും നമ്മുടെ ദേവ് പരാതി കൊടുത്തെന്നോ? ആര് പരാതി കൊടുത്തെന്ന്? ശരത്തോ? ശരത്ത് പരാതി കൊടുത്തെന്ന്. ഞാൻ അവനെ കാണാനും കൂടി ഇങ്ങോട്ട് വന്നത്. അവൻ എവിടെ പോയി? അവനെ എനിക്കൊന്ന് കാണണമല്ലോ. ശരത്തേ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് കൈയൊക്കെ തൂക്കിയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. കൈ ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ. അങ്ങനെ ശരത്ത് ഇറങ്ങി വന്നതും നമ്മുടെ രേവതി തൂർപ്പിച്ചൊന്ന് നോക്കാൻ കേട്ടോ ശരത്തിനെ. എന്നിട്ട് ചോദിച്ചു, അല്ല നിന്റെ ഉദ്ദേശം എന്താടാ? നീ എന്തിനാടാ ഇന്നലെ സച്ചേട്ടനെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തത്? എന്തിനാണ് അത്? നീ ഫസ്റ്റ് പറ. ചേച്ചി എപ്പോഴാ വന്നത്? നീ ചേച്ചി വന്നോന്ന് തിരക്കണ്ട. നീ എന്തിനാണ് സച്ചേട്ടനെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത്? അതാ എനിക്ക് അറിയേണ്ടത്. അത് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, എടാ നീ പരാതി കൊടുക്കാൻ മാത്രം അവൻ എന്താ ചെയ്തത്? ചേച്ചിയുടെ കാര്യം ഓർത്തിട്ടാ ഞാൻ പരാതി കൊടുത്തത്. അതിന് സച്ചേട്ടൻ എന്ത് പഴിച്ചു? നീ എന്തിനാ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തത് എന്ന് നമ്മുടെ ദേവും ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശരത്ത് പറഞ്ഞ, അദ്ദേഹം മദ്യപിച്ച് ഇടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ടല്ലോ, അപ്പം ചേച്ചിനെ എന്തെങ്കിലും ചെയ്ത് കാണുമെന്ന് കരുതിയിട്ടാ ഞാൻ പരാതി കൊടുത്തത്. അത് കൊള്ളാലോടാ, അവൻ എന്ത് ചെയ്യാനാടാ ഇവളെ? അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, എൻ്റെ സച്ചേട്ടൻ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, എൻ്റെ സച്ചേട്ടനോടുള്ള ദേഷ്യം കൊണ്ടാണ് നീ പരാതി കൊണ്ട് കൊടുത്തതെന്ന് എനിക്ക് അറിയാടാ. എന്തൊരു സ്നേഹമാണ് നിനക്ക്. കിട്ടിയ അവസരം നീ പരമാവധി വിനിയോഗിക്കുന്നുണ്ടല്ലേ? ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പറയാലോ, ചേച്ചിക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ വേണ്ടിയാ ഞാൻ ആ പരാതി കൊടുത്തത്. ഓ ശരി, അപ്പം നീ എന്നെ എവിടേക്ക് അന്വേഷിച്ചത്? അതൊന്ന് കേൾക്കട്ടെ. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നീ അന്വേഷിക്കാൻ പോയായിരുന്നോ? സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുന്നതിന് മുമ്പ് നീ എന്നെ അന്വേഷിച്ച് എവിടെയൊക്കെ പോയിന്ന് ഞാൻ ചോദിക്കുന്നത്. നീ എന്താ പറയാത്തത്? അത് പിന്നെ ഞാൻ എവിടെയും അന്വേഷിച്ചില്ല. സമയം വൈകിയപ്പോൾ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുമായിരുന്നു. ഓ, എന്നാലേ എൻ്റെ സച്ചേട്ടൻ ഞാൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും അന്വേഷിച്ചു. ഈ നാട് മുഴുവൻ എന്നെ തേടി അലഞ്ഞു. അത്രയ്ക്ക് ജീവനാടാ അദ്ദേഹത്തിന് എന്നോട്. അദ്ദേഹം അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടാ. അതൊന്നും പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവില്ല. അദ്ദേഹം നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ. അത് നീ ഒരിക്കൽ അറിയും ശരത്തെ. അന്ന് നീ പശ്ചാത്തപിക്കും. അതൊന്നും മനസ്സിലാക്കാതെയാ നീ ഈ പകയൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അതൊന്നും ഇതുവരെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നീ വെറും പൊട്ടനാ. അപ്പൊ നമ്മുടെ ദേവ് പറഞ്ഞു, ഇവനായിട്ട് കംപ്ലൈന്റ് കൊടുത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി. ഇവൻ അങ്ങനെ ഒരിക്കലും പോയി കംപ്ലൈന്റ് കൊടുക്കില്ല. ഇതിന് പിന്നിലും മറ്റാരും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ധൈര്യത്തിലാ ഇവൻ പോയി പരാതി കൊടുത്തത്. ഉറപ്പുള്ള കാര്യം തന്നെയാ. അപ്പൊ നമ്മുടെ രേവതിക്കും സംശയം തോന്നിട്ടോ. രേവതി ശരത്തിനെ തന്നെ വീണ്ടും തുറച്ചു നോക്കി. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, എടാ സത്യമാണോടാ? മറ്റാരെങ്കിലും പറഞ്ഞിട്ടാണോടാ നീ കൊണ്ട് പരാതി കൊടുത്തത്? അപ്പൊ രേവതി ചോദിച്ചു, ആര് പറഞ്ഞിട്ടാടാ നീ സച്ചേട്ടനെതിരെ പരാതി കൊടുത്തത്? ഇപ്പൊ പറയണം. അത് പിന്നെ ചേച്ചീനെ കാണാത്ത വിഷമത്തിനിരിക്കുമ്പം വൈകിക്കണ്ട, ഇപ്പൊ തന്നെ പോയി പരാതി കൊടുക്കണമെന്ന് ആന്റണി ചേട്ടനാ എന്നോട് പറഞ്ഞത്. അത് വേറൊന്നും കൊണ്ടുമല്ല, എന്നോടും ചേച്ചിയോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാ. അയ്യോ, സ്നേഹം കുത്തി ഒലിക്കുകയാണല്ലോ.
എടാ സച്ചേട്ടൻ എന്നെ എന്തെങ്കിലും ചെയ്തു കാണുമെന്ന് അവൻ പറഞ്ഞു കാണും. എടാ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞാണ് അവനോട് കൂട്ടുകൂടല്ലെന്ന്, പിന്നെ എന്തിനാ നീ ഇങ്ങനെ കൂട്ടുകൂടുന്നത്? ഓ, നീ എന്ന് അവനുമായിട്ടുള്ള കൂട്ട് വിടുന്നോ? ദേ ചേച്ചി, ആന്റണി ചേട്ടൻ ചേച്ചിയുടെ നല്ലതിന് വേണ്ടി, ദേ എന്റെ നല്ലതിന് വേണ്ടി അവൻ എന്താടാ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. അവൻ പറയുന്നത് വിശ്വസിച്ച് ചെയ്യുന്ന നീയാടാ വിഡ്ഢി, വെറും വിഡ്ഢി. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ല. നീ ഒരു വെറും പോങ്ങനായി പോയില്ലേ. ഓ, അവന് എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരു മരമണ്ടനാ നീ എന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാ അവൻ നിന്നെ കൂടെ കൂട്ടി നടന്നിങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. ദേ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നീയെ അനുഭവിക്കുമ്പോഴേ പഠിക്കൂ. അനുഭവിക്കുമ്പോൾ നീ അനുഭവിച്ചോ. ദേ ആ അനുഭവം എൻ്റെ അമ്മയ്ക്കും അനീതിക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി നീ സച്ചേട്ടനെതിരെ കളിക്കരുത്. ഇത് അവസാന കളിയായിരിക്കണം. നീ എൻ്റെ അനിയനായതുകൊണ്ട് മാത്രമാ നിന്റെ മറ്റേ കാലം അദ്ദേഹം ഓടിക്കാത്തത്. ഇല്ലായിരുന്നെങ്കിലേ പണ്ടേ ഓടിച്ചേനെ. ഇനി ആന്റണി പറയുന്നത് കേട്ട് സച്ചേട്ടനെ ദ്രോഹിക്കാൻ വന്നാൽ എൻ്റെ അനിയനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഞാൻ പറയും സച്ചേട്ടനോട് അവന്റെ 2 കൈയും കാലും തല്ലി ഒടിച്ചോളാന്. കേട്ടല്ലോ, മര്യാദയ്ക്കായിക്കോണം. പിന്നെ എൻ്റെ ഉള്ളിലെ ഭയം കൊണ്ടാ ഞാൻ നിന്നോട് ഇത്രയൊക്കെ പറഞ്ഞത്. ഇനിയെങ്കിലും നീ പഠിച്ച് നേരെയാകാൻ നോക്ക്. നല്ല രീതിയിലൊന്ന് ജീവിക്കാൻ നോക്ക്. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനല്ല നോക്കേണ്ടത്. ദേ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്. നീ അങ്ങനെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, നിന്റെ വീടിന് കൊള്ളാം, അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ ഇരുന്ന പേഴ്സ് എടുത്തിട്ട്, അമ്മേ ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. ലക്ഷ്മിക്ക് ദേവുനും അങ്ങ് ഭയങ്കര വിഷമമായി പോയി. അങ്ങനെ നമ്മുടെ ശരത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ശരത്തിനെ ലക്ഷ്മി നല്ല ചീത്ത പറഞ്ഞിട്ടോ, നിനക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു, നീ ആ പെണ്ണിന് സമാധാനം കൊടുക്കത്തില്ല, ഇങ്ങനെ ഓർണം വന്ന് എൻ്റെ വയറ്റിൽ പിറന്നല്ലോ, അന്ന് തുടങ്ങിയതാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇതൊക്കെ കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശരത്തിനോട് പിന്നെ എത്ര വേദം ഓതിയിട്ടും കാര്യമില്ല, പോത്തിനോട് വേദം ഓതുന്ന പോലെയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആന്റണീനെയാണ്. അപ്പൊ ആന്റണി വിചാരിച്ച കാര്യങ്ങളൊന്നും അങ്ങ് നടന്നിട്ടില്ല. അങ്ങനെ ആന്റണി കൂട്ടുകാരനോട് പറയുക, ശരത്ത് കംപ്ലൈന്റ് കൊടുത്ത ഉടനെ തന്നെ സച്ചിനെ പൊക്കി പോലീസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഞാൻ കരുതിയത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഞാൻ വിചാരിച്ച പോലെ ഇനി നടക്കണമെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്യണം. അവനെന്നെ ജയിലിൽ കയറ്റിയവനാ. ഒരു ദിവസം അവനെയും ജയിലിൽ എനിക്ക് കിടത്തണം, എന്നിട്ട് കണ്ണിറയെ എനിക്ക് കാണണം. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് വന്നു കേട്ടോ. ശരത്ത് വന്നതും ആന്റണിയുടെ സ്വഭാവം ആകപ്പാടെ അങ്ങ് മാറി. ആ ഒരു ദേഷ്യമൊക്കെ അങ്ങ് മാറ്റിവെച്ചു. അങ്ങനെ നമ്മുടെ ശരത്ത് വന്നു. ശരത്ത് വന്ന ഉടനെ ആന്റണി ചോദിച്ചു, എടാ എന്താടാ നിന്റെ ചേച്ചി ഈ രാത്രി വൈകി വീട്ടിലെത്തിയെന്ന് അറിഞ്ഞല്ലോ. ചേച്ചിയെ പൂ കെട്ടാൻ പോയതായിരുന്നു, പറഞ്ഞിട്ട് പോക്കൂടെ അവർക്ക്? ഞാൻ വല്ലാതെ അങ്ങ് ടെൻഷൻ അടിച്ചു പോയല്ലോ. അതെ, ചേച്ചി വീട്ടിൽ വന്നിരുന്നു. സച്ചേട്ടനെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തതിന് ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു. വിശ്വസിക്കാൻ കൊള്ളാത്തവനാടാ സച്ചി. ദേ ചേച്ചി അവനെ എന്തെങ്കിലും ചെയ്തു എന്ന് സംശയം തോന്നിയിട്ടല്ലേ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തത്. അത് ശരിയാ, കംപ്ലൈന്റ് കൊടുത്തത് തെറ്റായിപ്പോയി. എടുത്തു ചാടി നമ്മൾ അങ്ങനെ ചെയ്യരുതായിരുന്നു ആന്റണി ചേട്ടാ. ഓ, അപ്പൊ നീ പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റാണെന്നാണോ? അല്ല, ചേച്ചിയെ കാണാതായപ്പം അനിയൻ കംപ്ലൈന്റ് കൊടുത്തു. അത് സാധാരണ രീതി എല്ലാവരും ചെയ്യുന്നല്ലേ, അതിനെന്താ തെറ്റ്? വേണ്ട, ഇനി മുതൽ ഇതൊന്നും വേണ്ട ആന്റണി ചേട്ടാ. അല്ല, നീ എന്ത് വേണ്ടെന്നാ പറയുന്നത്? ചേച്ചിയുടെ സച്ചേട്ടന്റെ കാര്യത്തിൽ നമ്മൾ ഇനി ഇടപെടണ്ട, നമ്മൾ തലയിടണ്ട. വെറുതെ എന്തിനാ? ചേച്ചി ഇന്ന് എന്നെ കുറെ വഴക്ക് പറഞ്ഞു, കുറെ സങ്കടമായി ചേച്ചിക്ക്. ഞാൻ സച്ചേട്ടൻ്റെ അമ്മയുടെ ക്യാഷ് അടിച്ചു മാറ്റിയത് കാര്യം സച്ചേട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും, എൻ്റെ ചേച്ചിയോട് പോലും പറഞ്ഞിട്ടില്ല. എന്നോട് അദ്ദേഹത്തിന് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് അദ്ദേഹം പറയില്ലായിരുന്നോ? അപ്പം തന്നെ എന്തെങ്കിലും ചെയ്യില്ലായിരുന്നു. ഞാൻ പിന്നെ എന്തിനാ വെറുതെ അദ്ദേഹത്തിനോട് ശത്രുത കാണിക്കുന്നത്? അതിന് മാത്രം എന്നോട് ഒന്നും ചെയ്തിട്ടില്ല, ഞാനല്ലേ അങ്ങോട്ട് ചെയ്തിരിക്കുന്നത്. ഓ, നിന്റെ ഈ കൈ ഒടിച്ചത് അവനല്ലേ, അത് നീ മറന്നോ? അത് പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മേൽ കൈവയ്ക്കാൻ നോക്കിയത് കൊണ്ടല്ലേ അദ്ദേഹം ഈ കൈ തല്ലി ഒടിച്ചത്. ആവശ്യമില്ലാതെ ഞാനാ പ്രശ്നം ഉണ്ടാക്കിയത്. ചിലതൊക്കെ ഞാൻ ആന്റണിയേട്ടൻ പറഞ്ഞിട്ടാ ചെയ്തത്. കംപ്ലൈന്റ് കൊടുത്തു, വെഡിങ് ആനിവേഴ്സറിക്ക് അവരുടെ വീട്ടിൽ പോയിട്ടും അന്നും വഴക്കുണ്ടാക്കി. ഇതൊക്കെ ആന്റണിയേട്ടൻ പറഞ്ഞിട്ടാ, അല്ലാതെ സ്വന്തമായിട്ട് എൻ്റെ ഒരു തീരുമാനമല്ലായിരുന്നല്ലോ. കഴിഞ്ഞത് കഴിഞ്ഞു ആന്റണി ചേട്ടാ, നമുക്കതൊക്കെ മറക്കാം. നമ്മുടെ ശത്രുക്കളുടെ ലിസ്റ്റിൽ നിന്ന് സച്ചേട്ടൻ്റെ പേരങ്ങ് വെട്ടിയേരെ, അതായിരിക്കും നല്ലത്. ഇത് കേട്ടിട്ട് നമ്മുടെ ആന്റണിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ശരത്തിന് നല്ല മാറ്റം ഉണ്ടെന്ന് ആന്റണിക്ക് നന്നായിട്ട് മനസ്സിലായി. വേറെ ഒന്നുമല്ല, ശരത്തിനെ പിടിച്ചുകൊണ്ട് സച്ചിക്കിട്ട് പണിയാമെന്ന് ഓർത്തത് ഇനി നടക്കില്ല എന്ന് നമ്മുടെ ആന്റണിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശരത്ത് അങ്ങ് പോയി കേട്ടോ. ആന്റണിക്ക് ദേഷ്യം വന്നിട്ട് ആന്റണി പറഞ്ഞു, ഇവനെ വെച്ച് സച്ചി രേവതി 2 വഴിക്കാക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി അത് നടക്കില്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. സച്ചി അവനും ഒന്നായി കഴിഞ്ഞാലേ അത് ഏറ്റവും കൂടുതൽ അപകടം നമുക്കായിരിക്കും. അതിനു മുമ്പ് അവരെ 2 ആക്കണം. അപ്പം കൂട്ടുകാരൻ ചോദിച്ചു, ആന്റണിയേട്ടാ എന്താ ആന്റണിയേട്ടാ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പം നീ ഒന്നും ചെയ്യണ്ട, സമയമാകുമ്പം ഞാൻ പറയും, അപ്പം നിങ്ങൾ ചെയ്താൽ മതിയെന്ന്. ആന്റണി അങ്ങനെ ചെവിയിലൊക്കെ പിടിച്ചൊരു നുള്ളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഇതിനു ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ
നമ്മുടെ സുധീനെയും ശ്രുതീനെയാണ്. അങ്ങനെ അവര് കടയിലാണുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ്, എനിക്കിന്നൊരു ഡീലറിനെ കാണാനുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകുകയാണ്, പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞ്, എനിക്ക് പാർലറിൽ പോകണം കേട്ടോ, പെട്ടെന്ന് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി കടയിലേക്ക് കയറി ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, മേഡത്തിന് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതാരാ? അതൊന്നും അറിയില്ല, കുറച്ച് നേരമായി വന്നിട്ട്. ദേ ഇവിടെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളുടെയും റേറ്റ് നോക്കി വിലയൊക്കെ മനസ്സിലാക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കസ്റ്റമറാണ്, എന്തോ മേടിക്കാൻ വന്നതാണെന്ന്. അവിടെ ഇപ്പോൾ ഫ്രിഡ്ജ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി കസ്റ്റമറിനെ കാണാൻ വേണ്ടി ചെന്നു. കസ്റ്റമറിനെ കണ്ടത് നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ ശ്രുതിയുടെ ശത്രു തന്നെയാണ് കേട്ടോ. അപ്പം ഒരു മാസമൊക്കെ ആയിട്ട് ശല്യമൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ശ്രുതി ശത്രുവിനെ കണ്ടത് ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ദാസ് എന്നാട്ടോ അയാളുടെ പേര്, ദാസ് എന്നാണല്ലോ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശ്രുതി അയ്യോ ദാസ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും അയാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ദാസാണ്, ഹായ് കല്യാണി, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. നമ്മുടെ ശ്രുതി വീണ്ടും പേടിച്ച് നിൽക്കുക. എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രുതി ഒന്ന് സമാധാനത്തിന് വരുമ്പോൾ എന്തെങ്കിലും ഗുലുമാല് നമ്മുടെ ശ്രുതിക്ക് കയറി വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ദാസ് വന്നു. ദാസ് വന്നിട്ട് പറഞ്ഞു, ശ്രുതി കുറച്ച് ശ്രുതി കുറച്ച് സ്കെൽറ്റായി പോയല്ലോ. വലിയ ഷോപ്പാണല്ലോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഏതായാലും നിന്റെ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കല്യാണി. അല്ലല്ല ശ്രുതി, നീ വലിയ ഷോപ്പാണല്ലോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഞാൻ ചോദിച്ചില്ലേ? അപ്പോഴത്തേക്കും ദാസ് പറഞ്ഞു, ഞാൻ എന്തിനാ നിന്നെ കാണാൻ വരുന്നത്? ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരുന്നു. പിന്നെ നമ്മൾ തമ്മിൽ കുറച്ച് ഡീൽസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം ആ ഡീലൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഒരു മാസം ആയല്ലോ ഞാൻ വന്നിട്ട്. അപ്പം നീ മറന്നു പോയെങ്കിലോ? അപ്പം അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാമെന്ന് ഓർത്തു. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അതെ, എനിക്ക് കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട് ശ്രുതി, അതാ ഞാൻ വന്നത്. നിനക്ക് ക്യാഷിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നീ പോയി തെണ്ട, അല്ലാതെ എന്റെ മുമ്പിലാണോ വരേണ്ടത്? ഞാൻ തെണ്ടാനോ? എന്തിന്? അല്ല, ഈ അടുത്തല്ലേ ഞാൻ നിനക്ക് 1 ലക്ഷം രൂപ തന്നത്? അതിന് ഞാൻ തന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ ശ്രുതി. എനിക്ക് വേണ്ടത് ഇപ്പൊ കുറച്ച് ക്യാഷ് അല്ല, എനിക്ക് വേറെന്തെങ്കിലും തന്നാലും മതി. വലിയൊരു ഷോപ്പല്ലേ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു, അല്ല സാർ കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ദാസിനോട്. അപ്പോൾ ശ്രുതി പറഞ്ഞു, അയ്യോ ഒന്നും വേണ്ട, പോകാൻ പറഞ്ഞു. അപ്പം ആ സ്റ്റാഫ് അങ്ങ് പോയി. അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇപ്പം ഇവിടെ നിന്ന് ഒന്നും തരാൻ പറ്റില്ല, നീ പോകാൻ നോക്ക്. അയ്യോ എൻ്റെ പൊന്നു മേഡം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, അത് മതി. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, TV, ഇതൊക്കെ മതിയെന്നേ. തൽക്കാലം അതൊക്കെ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അതെ, ഇതൊന്നും നിനക്കിവിടെ ദാനം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതല്ല. ദാനം അല്ലല്ലോ ശ്രുതി, എൻ്റെ കല്യാണത്തിന് നീ തരുന്ന ഗിഫ്റ്റായിട്ട് കരുതിയാൽ മതി. അതെ, എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം നിനക്കറിയാലോ. നീ പറയുന്ന ഈ സാധനത്തിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ 2-2.5 ലക്ഷം രൂപയാകും. ഇതൊക്കെ ഞാൻ നിനക്ക് വെറുതെ തരണോ? ഒരു 100 രൂപയുടെ സാധനം പോലും ഞാൻ നിനക്ക് ഇവിടുന്ന് വെറുതെ തരില്ല. നീ പോകാൻ നോക്ക്. അപ്പം നിന്റെ ജീവിതത്തിന് ഇതിനേക്കാൾ വിലയില്ലേ ശ്രുതി? 2.5 ലക്ഷം രൂപയുടെ വില മാത്രമേ നിന്റെ ജീവിതത്തിനുള്ളോ? എങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നില്ലെങ്കിലേ നിന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ നിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറയട്ടെ? എൻ്റെ പൊന്നു ദാസ, ഇതിന് എണ്ണമുണ്ട്. നിനക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സുധിയോട് എന്തു പറയും? നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ആവശ്യപ്പെട്ട സാധനങ്ങൾ തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അത് ഞാൻ ഉറപ്പിച്ചതാ. നിന്റെ ഹസ്ബൻഡ് വരട്ടെ, നിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് പോകാം. ഇത് കേട്ടത് നമ്മുടെ ശ്രുതി അങ്ങ് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ഉടനെ തന്നെ നൈനയുടെയും ആദർശിന്റെയും കഥ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.